എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ക്രാക്കർ വില്ലൻ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ആ മോൺസ്റ്റർ ട്രീയെ ആഞ്ഞു വെട്ടി അതിനെ രണ്ടായി നിലത്തിടുകയാണ്. ഇവിടെ നാമി അവൾക്ക് മനസ്സിലാവും ഇവറ്റകളെ കൊണ്ട് ആ ക്രാക്കറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അവള് തന്നെ കളത്തിലിറങ്ങിയിട്ടേ കാര്യമുള്ളെന്ന് മനസ്സിലാക്കിയ നാമി അവൾ ആ മോൺസ്റ്റർ ട്രീയുടെ വായിൽ ലൂഫിയെ സേഫ് ആയിട്ട് കിടത്തി താഴേക്ക് ചാടി വരികയാണ്. അവളുടെ ഏക വിശ്വാസം അവളുടെ സ്റ്റിക്കിലാണ്. നാമിയാണെങ്കിൽ ചുറ്റും നോക്കും. അതിനുശേഷം ആ മോൺസ്റ്റർ ട്രീയോട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറയും. അതിനാ ട്രീ ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. നീ എന്തായി പറയണേ? ഓൾറെഡി അവൻ എന്നെ രണ്ടായി വെട്ടിയിട്ടു. മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈഫ് തരുന്നത് ഇവനാണ്. അവനോട് ഞങ്ങൾക്ക് മല്ലിട്ട് ജയിക്കാനാവില്ല. അതിന് നാമിയാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ലൂഫിയെ അവനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും. അതിനവരും ഓക്കെ പറയുകയാണ്. നാമിയുടെ അവസ്ഥ കാണുമ്പോൾ ലൂഫിക്ക് ഒരുപാട് പേടിയാവും. അവൻ പുറത്തേക്ക് കൈ നീട്ടി നാമിയെ തടയാൻ ശ്രമിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും എനർജി ഇല്ല. അവനെ കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഇവിടെ നാമിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റ് പിടിച്ചു നിന്നേ പറ്റൂ. സോ അതിനുവേണ്ടി അവളാണെങ്കിൽ ആ ക്രാക്കർ വില്ലനോട് സംസാരിച്ച് അവൻ ആവശ്യമില്ലാതെ വാശി കയറ്റും. ക്രാക്കർ വില്ലൻ ആണെങ്കിൽ നാമിയെ കണ്ട് ചിരിക്കും. ഇവളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും അവന്റെ ചിന്ത. അവൻ ക്യാഷ്വലായിട്ട് ഇരുന്ന് കൈതട്ടി വീണ്ടും അവന്റെ ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നാമിക്ക് നേരെ അയക്കുകയാണ്. അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് പറ്റും പോലെ അവറ്റകളെ എല്ലാം പ്രിവെന്റ് ചെയ്യും. ആ ഗ്യാപ്പിൽ ട്രീസ് ആണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും നാമിയുടെ പവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ ബിസ്ക്കറ്റ് സോൾജിയേഴ്സ് അവളുടെ അടുത്തേക്ക് വരും. അതിലൊരാളാണെങ്കിൽ സ്ക്വാഡ് വെച്ച് നാമിയായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാണ്. അവനോട് പോലും നാമിയെ കൊണ്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. അവളുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ആ മെയിൻ ക്രാക്കർ വില്ലൻ അവൻ പൊട്ടിച്ചിരിക്കും. ഇതിൽ സ്ട്രോഹാർ ലൂഫിയുടെ ടീമിൽ ഇത്രയും വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? നിങ്ങൾ എന്ത് കരുതി അത്ര എളുപ്പത്തിൽ അഞ്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നാണോ? എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അവരുടെ പവർ അതെന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ പവർ വേറെ ലെവലാണ്. അവർ 4 എംപററിൽ ഒരാളാണ്. അതിന് നാമിയാണെങ്കിൽ ടെൻഷനായിട്ട് അവൻ്റെ അടുത്ത് പറയും, സാഞ്ചി അവൻ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളാണ്, ഞങ്ങളുടെ ടീംമേറ്റ് ആണ്. അവന് ഒരു കാരണവശാലും ആരുടെയും കയ്യിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പോറൽ പോലും ഏറ്റാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഒരു കാരണവശാലും അവനെ നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോൾ അവനെ ഡയറക്റ്റ് വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. നിന്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ച് ഒരു മണ്ടനെ പോലെ മാറി നിന്ന് കാണാതെ നീ തന്നെ കളത്തിലിറങ്ങി എന്നോട് ഫൈറ്റ് ചെയ്യ്. അത് കേട്ട് അവൻ ചിരിക്കുകയാണ്. ഓഹോ, നിന്റെ ആഗ്രഹം എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണോ? ഓക്കെ, കുഴപ്പമില്ല, നിന്റെ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡുമായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വരും. നാമി അവളുടെ സ്റ്റിക്ക് നീട്ടി 18ാമത്തെ അടവ് ആ തണ്ടർ ക്ലൗഡ് അത് അവന് നേരെ വെച്ചടിക്കും. പക്ഷെ അവനാണെങ്കിൽ ഈ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്ന് അവളുടെ സ്റ്റിക്ക് തട്ടിത്തെറിപ്പിച്ച് അവളുടെ നേർക്ക് തന്നെ കത്തി നീട്ടും. നാമിയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കാരണം ഇങ്ങനെ ഒരു മൂമെന്റ് അവൾ പ്രതീക്ഷിച്ചതല്ല. ഒരൊറ്റ വെട്ടിന് അവനിനി ഈസി ആയിട്ട് അവളെ കൊല്ലാൻ കഴിയും. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട്. പക്ഷെ നീ അതിന് തയ്യാറായില്ല. എൻ്റെ അസിസ്റ്റൻസിനോട് ഫൈറ്റ് ചെയ്യാൻ നിനക്ക് കുറച്ചിലായിട്ട് നീ എന്നെ തന്നെ ഡയറക്റ്റ് ഫൈറ്റിന് വിളിച്ചു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നീ ഇപ്പൊ മരണത്തിന്റെ മുൻപിലെത്തിയെന്ന് പറഞ്ഞ് അവൻ ആ സ്ക്വാഡ് അതങ്ങനെ കറക്കുകയാണ്. അടുത്ത നിമിഷം വീഴാണ് ഒരു ഹെവി പഞ്ച് ആ ക്രാക്കറിന്റെ ബോഡിയിൽ. പഞ്ച് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ലൂഫി. അവൻ 10 മിനിറ്റ് കംപ്ലീറ്റ് ആക്കി എത്തിക്കഴിഞ്ഞു. നാമിക്കാണെങ്കിൽ ബൾ കോൺഫിഡൻസ്. അവളും ലൂഫിയും അവരങ്ങനെ ടെററായിട്ട് നിൽക്കും. അതേസമയം ഇവിടെ സാഞ്ചി അവൻ ആ നീലത്തലയൻ നൊച്ചിയെ അവനെ ചവിട്ടി താഴെയിട്ടു. അതുകണ്ട് ഇച്ചീച്ചി അവൻ സാഞ്ചിയോട് പറയും, നീ ഒരു കാര്യം മറക്കാൻ പാടില്ല, നിന്റെ മാസ്റ്റർ ഷെഫ് ആളിപ്പോഴും ഞങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ്. എന്തെങ്കിലും നീ ചെയ്താ അതിന്റെ ഫലം അനുഭവിക്കുക ആളും നിന്റെ ഫ്രണ്ട്സും ആയിരിക്കും. അത് കേട്ട് സാഞ്ചി ഒരു സെക്കൻഡ് സ്റ്റെക്കാവും. ആ ഗ്യാപ്പില് ആ നീലത്തലയൻ അവൻ സാഞ്ചിയെ പിടിച്ചു വലിച്ച് ചരം ഇട്ടിച്ച് അങ്ങനെ താഴെ ഇടുകയാണ്. സാഞ്ചി ഒരു സെക്കൻഡ് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ സാഞ്ചിയും അവന്റെ സിബ്ലിങ്സും അവരങ്ങനെ അവരുടെ പപ്പയുടെ മുൻപിൽ നിരന്ന് നിൽക്കുകയാണ്. അവരുടെ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം അവർ 5 പേരെയുമാണ്. കാരണം അവരാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെന്നാണ് ആള് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ജെറമിയ 16നെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റുകളെ റൂൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കും.
അവരുടെ പപ്പയാണെങ്കിൽ 5 പേരെയും ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവരുടെ പവർ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരോടും താഴേക്ക് ചാടാൻ പറയും. ആദ്യം സാഞ്ചിയുടെ സിസ്റ്റർ, അവള് സിമ്പിളായി താഴേക്ക് ചാടി സേഫായിട്ട് ലാൻഡ് ചെയ്യും. രണ്ടാമത് ഇച്ചിച്ചി, അവനും സേഫായിട്ട് ലാൻഡ് ചെയ്യും. മൂന്നാമത് നിച്ചി, അവൻ യാതൊരു കൂസലും ഇല്ലാതെ താഴേക്ക് ചാടും. അടുത്തത് സാഞ്ചിയാണ്. അവനാണെങ്കിൽ ചാടാൻ ഒരുപാട് പേടി തോന്നും. അവന്റെ ഡാഡി ആണെങ്കിൽ ചാടാനായിട്ട് അവനെ നിർബന്ധിക്കും. പക്ഷെ അവൻ പേടിച്ച് അവിടെ മുട്ടുകുത്തിയിരുന്ന് കരയാണ്. സാഞ്ചി ചാടുന്നില്ല എന്ന് കണ്ട അവന്റെ യങ്ങർ ബ്രദർ അവന് സിമ്പിളായിട്ട് താഴേക്ക് ചാടും. അടുത്ത ടെസ്റ്റ് അത് റണ്ണിങ് ടെസ്റ്റ് ആണ്. നമ്മുടെ 5 പേരും ഇപ്പൊ റെഡിയായിട്ട് ഓടും. സാഞ്ചി ആണെങ്കിൽ അല്പദൂരം ഓടുമ്പോഴേക്കും അങ്ങനെ തെറിച്ച് വീഴുകയാണ്. പിന്നീട് ഫയർ ടെസ്റ്റ്. ഫയർ സ്റ്റിക്കുകളിൽ ഒന്നും തന്നെ തട്ടാതെ അതെല്ലാം മറികടന്ന് എൻഡിലെത്തണം. അതിലും നമ്മുടെ സാഞ്ചി മാത്രം എല്ലാ ഫയറിലും തട്ടി ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ഒരു ഭാഗത്ത് വീഴും. പിന്നീട് കടലിലൂടെ സ്വിമ്മിംഗ് ടെസ്റ്റ്. സാഞ്ചി ആണെങ്കിൽ കടലിലേക്ക് ചാടേണ്ട താമസം അവൻ മുങ്ങിപ്പോവാണ്. സാഞ്ചി വെള്ളം കുടിക്കുന്ന കണ്ടിട്ടും അവന്റെ സിബ്ലിങ്സിനും പപ്പയ്ക്കും യാതൊരു ദയയും തോന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് അവരാണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ സാഞ്ചിയെ പിടിച്ചു വലിച്ച് കരയ്ക്ക് കയറ്റും. അതിനുശേഷം നിച്ചിയും സാഞ്ചിയും അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ്. നിച്ചിയാണെങ്കിൽ സിമ്പിളായിട്ട് സാഞ്ചിയോട് അവനെ അടിക്കാനായിട്ട് പറയും. അത് വിശ്വസിച്ച സാഞ്ചിയാണെങ്കിൽ ഒരു സ്റ്റിക്ക് എടുത്ത് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. പക്ഷേ ആ സ്റ്റിക്ക് രണ്ടായിട്ട് ഒടിഞ്ഞു പോകുന്നല്ലാതെ അവന് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം നിച്ചി അവൻ അത്രമാത്രം സ്ട്രോങ് ആണ്. നിച്ചിയാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം ഇടിക്കും. അവന്റെ 2 ബ്രദേഴ്സിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവരാണെങ്കിൽ കൈയൊക്കെ അടിച്ച് നിച്ചിയെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ സാഞ്ചിയുടെ സിസ്റ്ററിന് മാത്രം അത് കാണുമ്പോൾ ഒരുപാട് പ്രയാസം തോന്നും. പക്ഷെ അവൾ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ അവളും സാഞ്ചിയുടെ ബ്രദേഴ്സിനൊപ്പം ചേർന്ന് കൈയടിച്ച് ചിരിച്ച് സാഞ്ചിയെ കളിയാക്കും. അങ്ങനെ മത്സരത്തിനെല്ലാം ഒടുവില് അവരുടെ പപ്പ 4 പേരുടെയും 5 പേരുടെയും മാർക്സ് അതങ്ങനെ കമ്പയർ ചെയ്യാണ്. ഇച്ചിച്ചി, നൊച്ചി, നിച്ചി, സാഞ്ചി, അവന്റെ സിസ്റ്റർ അവരെല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാഞ്ചി വളരെ വളരെ വീക്കാണ്. സാഞ്ചി ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഫ്ലെക്സിബിലിറ്റി, ഹെൽത്ത്, ഗ്രോത്ത് അതെല്ലാം വളരെ കൂടുതലാണ്. പക്ഷെ സാഞ്ചിക്ക് ഇതൊന്നുമില്ല. സാഞ്ചിയെ ചെക്ക് ചെയ്ത ഡോക്ടർ ആള് പറയും ഇവർക്ക് 5 പേർക്കും ബ്ലഡ് ലൈൻ എബിലിറ്റി അത് ചേഞ്ച് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു എക്സ്പെരിമെന്റിൽ സാഞ്ചി മാത്രം ഫെയിലായി. അവനിപ്പോ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. അത് കേട്ട് സാഞ്ചിയുടെ പപ്പ ഡബിൾ ഷോക്കാവും. അതേസമയം സാഞ്ചിയെ അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാവരും ചേർന്ന് അച്ചറം പൊച്ചറം ആഞ്ഞടിക്കും. അവരെല്ലാവരും അടിയൊക്കെ കൊടുത്തു പോയതിനു ശേഷം അവന്റെ സിസ്റ്റർ അവൾ ആരും അറിയാതെ അവന്റെ തലയിൽ മെഡിസിനൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഐ എം റിയലി സോറി. എനിക്ക് അവരുടെ മുൻപിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത അവർ നിന്നോട് ചെയ്യുമ്പോൾ തന്നെ എന്നെയും ബുള്ളിയും. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ആ സമയത്തൊക്കെ ഉപദ്രവിക്കേണ്ടതായിട്ട് വരുന്നത്. അല്പസമയം കഴിഞ്ഞ് സാഞ്ചി ആണെങ്കിൽ അവന്റെ ഫുഡിന്റെ ഒരു ഓഹരി അതൊരു എലിക്ക് കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വന്ന അവന്റെ പപ്പയാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് അവന്റെ അമ്മയുടെ ഫോട്ടോ അത് തകർക്കും. നിന്റെ അമ്മ ഓൾറെഡി മരിച്ചുപോയി. നീ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്റെ അമ്മയുടെ പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നീ ഒരു ഫെയിലിയർ ആണ്. റോയൽ ഫാമിലിക്ക് ഇനിയും നീ ഒരു ഭാരമായിട്ട് ജീവിക്കാൻ പാടില്ല. ഇനി മുതൽ നീ നിന്റെ ബ്രദേഴ്സിനെ കഴിഞ്ഞും 10 മടങ്ങ് അധികമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഒരു കാരണവശാലും ആർക്ക് നീ ഇനി ഫുഡ് സെർവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എലിയോട് കൂടെ ആ ഒരു ഫുഡ് എടുത്ത് ആൾ ദൂരേക്ക് എറിയും. പിന്നീട് സാഞ്ചിക്ക് ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. പക്ഷെ അപ്പോഴും അവൻ എല്ലാ മത്സരത്തിലും ദാരുണമായിട്ട് പരാജയപ്പെടുകയാണ്. അതിൽ ക്ഷമ നശിച്ച അവന്റെ പപ്പ സാഞ്ചിയുടെ തലയിൽ ഒരു ഹെൽമെറ്റ് ഇട്ടുകൊടുത്ത് അവനെ സെല്ലിൽ ലോക്ക് ചെയ്യും. അതിനുശേഷം ഒരു ആക്സിഡന്റിൽ ആളുടെ 5 മക്കളിൽ 3ാമൻ സാഞ്ചി അവൻ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത അവിടെ മുഴുവൻ പറഞ്ഞു പരത്തും. അവന്റെ ബ്രദേഴ്സിനാണെങ്കിൽ ആ ന്യൂസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതേസമയം സാഞ്ചി അവൻ ഒറ്റയ്ക്ക് ആ ഇരുട്ടറയില് അവന്റെ പപ്പയുടെ പേര് വിളിച്ച് അങ്ങനെ പൊട്ടിക്കരയാണ്. ഞാൻ വീക്കായി ജനിച്ചുപോയി, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എന്നെ തുറന്നു വിടണമെന്ന് പറഞ്ഞ് അവൻ കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.